അപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾ കൊടുക്കുന്നത് ഏകദേശം 8 ലക്ഷം രൂപ താഴ്ത്തിയിട്ടാണ് പ്രൈസ് കൊടുക്കുന്നത്. നമുക്കിവിടെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ട്. ഓഫറുകളൊന്ന് പറയാം അല്ലേ? അതെ. എന്തൊക്കെയാണ് നമ്മുടെ ഓഫറുകൾ? ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ 5-ൽ കൂടുതൽ ഓഫറുകൾ ഇവിടെ ഉണ്ട്. വണ്ടി ഡെലിവറി ചെയ്ത് തരും. ഈ ട്രക്ക് ത്രൂ ആണ് നിങ്ങൾക്ക് വണ്ടി വീട്ടിലെത്തിച്ചു തരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആരാധകർ ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ ഒന്നാണ് ടാറ്റയുടെ വണ്ടികൾ. ഒരു പഞ്ച് കിടപ്പുണ്ട്, നെക്സോൺ കിടപ്പുണ്ട്. നെക്സോൺ ഒന്നല്ല 2 3 കുറേ കിടപ്പുണ്ട് കേട്ടോ നെക്സോൺ. ബ്രോ വേറൊരു കാര്യം ചോദിക്കാനുള്ളതേ, പ്രൈസ് എങ്ങനെയുണ്ട്? മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണോ എന്ന് സംശയമുള്ള ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്, സീറ്റ് കവറൊക്കെ ഇട്ട്, സീറ്റിൻ്റെ ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. 7 ലക്ഷം രൂപ മീതെയാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് കുറഞ്ഞു കിട്ടുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 23,000 ആയിട്ടുള്ളൂ. ആകെ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ആ വില ഒരു വിലയല്ല അല്ലേ? അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ക്യാമറമാൻ മഴ ആസ്വദിക്കുകയാണ് കേട്ടോ, ശ്രദ്ധിക്കാൻ പാനെ. വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. കൊടയുമായിട്ട് ഞാൻ നിൽക്കുന്നത് ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ് കേട്ടോ. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടംപോലെ വണ്ടികളുള്ള ഒരു ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവരും കാറുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമാണ്. കാറുള്ളവർ കുഴപ്പമില്ല, കാറില്ലാത്ത ആൾക്കാർ ഒരു കാർ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ് മഴക്കാലം അല്ലേ. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരു കിടിലം വണ്ടി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ വണ്ടിയുടെ ഒപ്പം ഒരു 5-6 ഓഫറും കൂടി കിട്ടി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടംപോലെ ഓഫറുകളും കിടിലം വണ്ടികളും ഉള്ള ഒരു ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും ഉണ്ട്. അതായത് ചെറിയ ഹാഷ് ബാക്ക് മുതൽ നമ്മുടെ കോമ്പാക്ട് SUV, സെഡാൻ, അങ്ങനെ പ്രീമിയം വണ്ടികൾ, എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വണ്ടികൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാം. നിങ്ങൾക്ക് ഈ കുട കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സ്പിന്നി കാഷ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, സ്പിന്നിയുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഏക ഷോറൂമാണ്. കൊച്ചിയിലാണതുള്ളത്, എടപ്പള്ളിയിലാണ്. പില്ലർ നമ്പർ ഞാൻ വിട്ടുപോയി, ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. എടപ്പള്ളിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സ്പിന്നിക്ക് ഓൾ ഇന്ത്യ ഏകദേശം 63ഓളം ഷോറൂമുകളുണ്ട് 23 സിറ്റിയിലായിട്ട്. അപ്പോൾ ഇത് ആകെ ഒരെണ്ണം ഉള്ളൂ കേരളത്തിൽ. ഇവിടുത്തെ വണ്ടികളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വണ്ടികൾ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് സ്പിന്നിയുടെ ഒരു സ്റ്റാഫിനെ വിളിക്കാം കേട്ടോ. വാ ബ്രോ. ഹായ്, വെൽക്കം ടു യുവർ ചാനൽ. പേരെന്താണ് പറഞ്ഞോ? ബിജു എന്നാണല്ലോ പേര്. ബിജുവിന് നമ്മൾ മൈക്ക് കൊടുത്തില്ല. ആ മൈക്കും തരൂ ക്യാമറാമാൻ, കട്ട് ചെയ്ത്. അപ്പോൾ മൈക്ക് കൊടുത്തിട്ടുണ്ട്, മൈക്ക് വരാണ്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അജാസേ? അപ്പോൾ മൈക്കായിട്ട് പേര് ബിജു. ഓക്കെ, വെൽക്കം ടു യുവർ ചാനൽ. നമ്മുടെ പില്ലർ നമ്പർ എന്ന് പറഞ്ഞു, മെട്രോ സിറ്റി ആയതുകൊണ്ട് നമ്മൾ പില്ലർ വെച്ചാണല്ലോ കറക്റ്റ് അഡ്രസ്സ് പറയണത്. നമ്മളിപ്പോൾ പില്ലർ നമ്പർ വരുന്നത് 375 ആണ് വരുന്നത്. 375 കേട്ടോ. 375ൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്പിന്നി കാഷ് എന്ന് പറയുന്ന ഷോറൂം വരുന്നത്. നമുക്കിവിടെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ട്. നമുക്ക് ആദ്യം ഓഫറുകളൊന്ന് പറയാം അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ ഓഫറുകൾ? ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ 5-ൽ കൂടുതൽ ഓഫറുകൾ ഇവിടെ ഉണ്ട്. പറഞ്ഞോളൂ. മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ഏത് വെഹിക്കിൾ എടുത്താലും നമ്മൾ 1 ഇയർ അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ വരെ എഞ്ചിനും ഗിയർ ബോക്സിനും കംപ്ലീറ്റ് വാറണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ വാറണ്ടി എന്നുള്ളത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. 2 ഇയർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് 1 ഇയർ അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ വരെ ഇലക്ട്രോണിക്സ് വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം നമുക്ക് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇയർ അല്ലെങ്കിൽ 24,000 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ബൈബാക്ക്. ഇപ്പോൾ 2 ഇയർ ബൈബാക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 3 ഇയർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ 2 വർഷം നമുക്കിപ്പോൾ ഇവിടെ എടുക്കുന്ന വെഹിക്കിൾ, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത വെഹിക്കിൾ ഇപ്പോൾ ഇൻ കേസ് അവർക്ക് പിന്നീട് മാറ്റണം അതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മിനിമം നമുക്കൊരു പ്രൈസിങ് ഞങ്ങൾ പറയുന്നുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് എങ്ങാനും ഡൗൺ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ പറഞ്ഞ പ്രൈസിൽ ഒരിക്കലും കുറയില്ല. ഡിപ്പെൻഡ് ഓൺ അന്നത്തെ വെഹിക്കിളിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ആ പ്രൈസ് പറഞ്ഞതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ തരും. ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഇൻസ്പെക്ഷനിൽ നമുക്ക് എല്ലാം വേറെ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പറഞ്ഞ പ്രൈസിൽ തന്നെ എടുക്കും. അതിനേക്കാളും ചിലപ്പോൾ അതിനേക്കാളും അപ്പോൾ കൂടുതൽ, അപ്പോൾ മാർക്കറ്റ് ഡിപ്പെൻഡ് ഓൺ കണ്ടീഷൻ അനുസരിച്ച് കൂടുതൽ പ്രൈസിങ് നമ്മൾ എടുക്കും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഓഫറുകൾ. ഇനിയും ഓഫറുകളുണ്ട്. ആ ഓഫറുകൾ നമ്മൾ വീഡിയോയുടെ ഇടയിലായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം അല്ലേ? ആദ്യം നമുക്കൊരു ചെറിയ വണ്ടിയിൽ നിന്ന് തുടങ്ങാം. ചെറിയ വണ്ടി എന്ന് പറയുമ്പോൾ ചെറിയ ഹാഷ് ബാക്ക്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. എല്ലാ വണ്ടികളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ. കേട്ടണല്ലേ ബ്രോ? ഓൾട്ടോ ഉണ്ട്, ഓൾട്ടോ 8 ഉണ്ട്, കേട്ടനുണ്ട്. ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ വാഹനം എന്ന് പറയാലോ. സാധാരണക്കാരുടെ വാഹനമാണ്. 5 പേരടങ്ങുന്ന ഫാമിലിക്ക് വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും മൈലേജ് ഉള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് വണ്ടി പരിചയപ്പെടണം ഇതിൽ?
ഈ വൈറ്റ് പരിചയപ്പെട്ടാലോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ മോഡൽ കൂടുതൽ പറയുന്നത് നമുക്ക് 2020 മോഡലാണത്. ആകെ 23,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആകെ 23,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കിടക്കുന്നത്. VXI വേരിയന്റ് ആണ്. അപ്പോൾ അവരെ നമ്മുടെ ഈ സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഓൾട്ടോയിൽ. ഇത് എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? പ്രൈസിങ് ഇത് നമുക്ക് 387 ആണ്. 387. ഫിനാൻസ് സൗകര്യം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് അവൈലബിൾ ആണ്. ഏത് ഇയർ മുകളിലേക്കാണ് ഫിനാൻസ് കിട്ടാൻ? എല്ലാ വെഹിക്കിളും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിളും മാക്സിമം നമുക്ക് ഡിപ്പെൻഡ് ഓൺ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് 23,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ഈ വാഹനം വരുന്നത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഓൾമോസ്റ്റ് അതെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ മാക്സിമം കൂടി പോയി ഏറ്റവും മെജോറിറ്റി കേസ് കിടക്കുന്ന എല്ലാം സിംഗിൾ ഓണർ ആണ്. റയറായിട്ട് 2 സെക്കൻഡ് ഓണർ, പിന്നെ തേർഡ് ഓണർ പറയുന്നത് നമുക്ക് ബൈബാക്ക് എടുക്കുന്ന വെഹിക്കിൾ മാത്രമാണ് തേർഡ് ഓണർ എടുക്കുക, അല്ലാത്ത വെഹിക്കിളൊന്നും ഞങ്ങൾ എടുക്കാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്റീരിയർ ഒക്കെ പക്കാ നീറ്റാണ് കേട്ടോ, അടിപൊളിയായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ഇന്റീരിയർ ഒന്ന് തുറന്ന് കാണിക്കാം. ഒന്ന് അടുത്തേക്ക് വന്നോ. ഭയങ്കര മഴയാണ്, വെള്ളവും ചെളിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ക്യാമറമാൻ ഉണ്ടാവും. ഓപ്പണായി കിടക്കല്ലേ വണ്ടി? ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റീരിയർ കാണിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറയരുത്. ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റാണ്, സീറ്റ് കവറൊക്കെ ഇട്ട് അടിപൊളിയാണ്, പ്രശ്നമൊന്നുമില്ല. ബാക്ക് സീറ്റ് ആണെങ്കിലും നന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ നേരെ നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റ് പരിചയപ്പെടാലോ? അപ്പോൾ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് 2018 മോഡലാണ്. വേരിയന്റ് ഏതായിരുന്നു? ZXi ഓട്ടോമാറ്റിക് ആണ്. ZXi ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം 22,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ യൂസ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ് നമ്മൾ പരിചയപ്പെട്ട 2 വണ്ടികളും. അപ്പോൾ ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 645 ആണ് ഇതിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഫിനാൻസ് എങ്ങനെയാണ്? ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഫിനാൻസ് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളൊരു 80% ഫണ്ടിങ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡ് ഓൺ പ്രൊഫൈൽ ചിലപ്പോൾ നമുക്ക് 90-95 വരെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ കസ്റ്റമർ അത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നു. അത് വേറെ നമുക്ക് ഫിനാൻസ് ടീം വേറെ ഉണ്ട്. അതായത് ഒരു 15ഓളം നമുക്കൊരു ഫിനാൻസ് കമ്പനീസായിട്ട് നമുക്ക് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങൾ ഞങ്ങൾ തന്നെ കൊടുക്കും. അങ്ങനെ നല്ലൊരു 80% നിങ്ങൾക്ക് ഫിനാൻസ് എമൗണ്ട് വീണ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഡിപ്പെൻസ് ഓൺ എല്ലാം ഡിപ്പെൻസ് ഓൺ ഏതാണ് ഫിനാൻസിന്റെ കാര്യമൊന്നും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് സ്വിഫ്റ്റിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. ബ്രോ, ഒരു വണ്ടി എടുക്കാൻ നേരത്തെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് പോയിന്റ്സ് അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞായിരുന്നല്ലോ? അതെ, അത് ഞങ്ങൾ ചെയ്തത് നമ്മുടെ ഇൻസ്പെക്ഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് വാല്യുവേഷൻ ചെയ്യുന്നത് നമുക്കൊരു 200 ചെക്ക് പോയിന്റ്സ് അതെല്ലാം നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വെഹിക്കിൾ മീറ്റർ ടാമ്പേർഡ് ആണോ, പിന്നെ ഫ്ലഡ് എഫക്റ്റഡ് ആണോ, പിന്നെ പോലെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാണ് വെഹിക്കിൾ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പ്രൊക്യൂർ ചെയ്ത വെഹിക്കിൾ നേരെ പോകുന്നത് ഞങ്ങളുടെ റിഫർ സെന്റർ ഉണ്ട്. അങ്ങോട്ട് പോയിട്ട് കംപ്ലീറ്റ് ജനറൽ സർവീസ്, ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് ഇടുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയ വണ്ടി എടുക്കുന്ന രീതിയിൽ കസ്റ്റമറിന് വണ്ടി എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു 10,000 കിലോമീറ്ററിലൊക്കെ സർവീസിന്റെ സർവീസ് അതെ ഞങ്ങളിപ്പോൾ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് 9 months അല്ലെങ്കിൽ 9,000 കിലോമീറ്ററിൽ നെക്സ്റ്റ് സർവീസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇത്രയും വണ്ടികളുണ്ട്, നമ്മൾ ഓരോ വണ്ടി സെലക്ട് ചെയ്താണ് കേട്ടോ ചെയ്യണത്. അടുത്ത നമുക്കൊരു സെഡാൻ പരിചയപ്പെട്ടാലോ? സെഡാൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റി പിടിക്കാം. സിറ്റി ഇത് നമുക്ക് 2018 മോഡൽ ZX ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ യൂസ് ആണ്. അതെ ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 50,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ സിംഗിൾ യൂസ് ആണ്. ZX ഇപ്പോൾ 6 എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതെ ടോപ്പ് എൻഡ് ZX ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അലോയ് വീൽ, ഫോഗ് ലാമ്പ് എല്ലാം ഉള്ള. അതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു മോഡൽ മാത്രം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇയർ ഏതായിരുന്നു? ഇയർ 2018 ZX 2018 മോഡലാണ്. എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നു? റേറ്റ് 999 9,99,000. അപ്പോൾ അതാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. വണ്ടിയുടെ ഇപ്പോൾ ഇവിടെ കുറേ വണ്ടികളുണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമ്മളെല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ് പറയൽ നടക്കില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സ്വിന്നിയുടെ ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂടെ എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ്.
പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ആൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഒരു തൃപ്തിക്കുറവ് കസ്റ്റമറിന് വരികയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? അതിന് ഞങ്ങളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. ഇപ്പോൾ ഏത് വെഹിക്കിൾ എടുത്താലും നമ്മൾ 5 ഡേ അല്ലെങ്കിൽ 300 കിലോമീറ്റേഴ്സ് നമുക്ക് വെഹിക്കിൾ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാണ്, എടുത്ത വെഹിക്കിൾ നമുക്ക് ഒട്ടും തൃപ്തി പോരാൻ തോന്നുകയാണെങ്കിൽ വെഹിക്കിൾ റിട്ടേൺ തരാം. വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ ഞങ്ങൾ ആ വെഹിക്കിൾ എത്ര എമൗണ്ട് നമ്മളിവിടെ പേ ചെയ്തോ ആ എമൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ കൊടുക്കും. ഫിനാൻസ് ചെയ്തെടുക്കുന്ന വണ്ടിയാണെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ ക്ലിയർ, ഫിനാൻസിലോട്ട് ആ എമൗണ്ട് എല്ലാം എന്താ വെച്ചാൽ എല്ലാം ക്ലിയർ ചെയ്യും. അതായത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, 5 ദിവസം അല്ലെങ്കിൽ 300 കിലോമീറ്റർ. 300 എന്ന് പറയുന്നത് ഒരു നിസ്സാര കിലോമീറ്റർ അല്ല. അത്രയും ദൂരം നിങ്ങൾക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർ തിരിച്ചെടുക്കും, ഫുൾ എമൗണ്ട് തിരിച്ച് റിട്ടേൺ തരും എന്നുള്ളതാണ് എന്നുള്ളതാണ് പോയിന്റ്. പറയുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടോ? അടുത്ത നമുക്ക് സിയാസിലേക്ക് വന്നാലോ? അതെ, സിയാസ് KL7 വണ്ടി. ഇവിടെ എല്ലാ രജിസ്ട്രേഷൻ വണ്ടികളും ഉണ്ടോ? അതെ, എല്ലാ രജിസ്ട്രേഷനും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടല്ലേ? കോട്ടയം ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, എറണാകുളം ഉണ്ട്. സിയാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. സിയാസ് ഇത് 2019 മോഡൽ ആൽഫ വേരിയന്റ് ആണ്. സിംഗിൾ യൂസ് ആണ്. ആകെ ഓടിയിട്ടുള്ളത് 33,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ യാത്ര ആയിട്ടുള്ളൂ. 832 ആണ് ഞങ്ങൾ പറയുന്ന പ്രൈസ്. 832 ആണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. 8,32,000. പിന്നെ ഫിനാൻസിൻ്റെ എല്ലാം ഏകദേശം ഒരു ഇതായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ വണ്ടിയുടെയും എടുത്തെടുത്ത് നമ്മൾ പറയുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഡിസയർ കിടപ്പുണ്ട്, അത് KL7 ഡിസയർ ആണ്. ഡിസയറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ ബ്രോ? ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ, 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ സോറി 80,000 കിലോമീറ്റർ. 15 മോഡലാണല്ലോ. അതെ, 15 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഇപ്പോൾ വാഹനം ഇതിന് റേറ്റ് ഞങ്ങൾ ചോദിക്കുന്നത് 4,46. അപ്പോൾ ഇത് VXI വേരിയന്റ് ആണ്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ അലോയ് വീൽ എല്ലാം ഉള്ള VXI വേരിയന്റ് ആണ്. ബാക്കി സ്ക്രാച്ചോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വണ്ടിയിൽ. വണ്ടിയെല്ലാം നോക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കുട്ടപ്പം വണ്ടിയാണ്. ഷോറൂമിൽ നിന്ന് നടക്കുന്ന വണ്ടി പോലെ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഇന്റീരിയർ സൈഡ് ആണെങ്കിലും ഓക്കെ ആണ്. ഇതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. എല്ലാ വണ്ടിയുടെയും ഇന്റീരിയർ ഓക്കെ ആണ് കേട്ടോ. നമ്മൾ തുറന്ന് കാണിച്ച് പോകുമ്പോൾ ഒരുപാട് സമയം പോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. കണ്ടോ, സീറ്റിൻ്റെ ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ബാക്ക് സൈഡിലെ സീറ്റും ഡാമേജ് ഒന്നുമില്ല, അടിപൊളി തന്നെയായിട്ട്. ഓക്കെ, ക്യാമറമാൻ മഴ ആസ്വദിക്കുകയാണ് കേട്ടോ, ശ്രദ്ധിക്കാൻ പാനെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അല്ലേ? കൈഗർ പിടിക്കാം. റെനോൾട്ടിൻ്റെ കൈഗർ, ഒരു കോമ്പാക്ട് SUV കാറ്റഗറി പെടുന്ന വണ്ടി. യെസ്, KL31 വണ്ടി. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് നമുക്ക് RX ടർബോ വേരിയന്റ് ആണ്. ടർബോ വേരിയന്റ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. അത് വാഹനം കിടക്കുന്നത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ആകെ 31,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ. അതെ അതെ, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ റേറ്റ് നമുക്കൊരു 745 ആണ് നമുക്ക് വരുന്നത്. 745 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ വണ്ടിയുടെ. ഗൈസ്, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ കസ്റ്റമർ വണ്ടി എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഏൽപ്പിക്കാത്ത രീതിയിലുള്ള ഹാൻഡ്ലിംഗ് ആണ് സ്പിന്നി കാഴ്സിലുള്ളത്. അത് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നതും. അതിനൊരു ഉദാഹരണമാണ് ഈ കിടക്കുന്ന വണ്ടി, ഈ ട്രക്ക് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നിങ്ങൾ വണ്ടി വന്ന് ഇഷ്ടപ്പെട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഡെലിവറി എടുക്കാൻ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഡെലിവറി ചെയ്ത് തരും. ഈ ട്രക്ക് ത്രൂ ആണ് നിങ്ങൾക്ക് വണ്ടി വീട്ടിലെത്തിച്ചു തരുന്നത്. അത് തന്നെ വണ്ടി ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെറും 3 മണിക്കൂറത്തെ പ്രൊസീജിയർ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം. അതിൽ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് യാതൊരുവിധ വെയിറ്റിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വെറും 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. അതുകൂടാതെ നെയിം ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് യാതൊരുവിധ തലവേദന ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി വണ്ടികൾ പരിചയപ്പെട്ടു വിടാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആരാധകർ ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ ഒന്നാണ് ടാറ്റയുടെ വണ്ടികൾ. ഒരു പഞ്ച് കിടപ്പുണ്ട്, നെക്സോൺ കിടപ്പുണ്ട്. നെക്സോൺ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കുറേ കിടപ്പുണ്ട് കേട്ടോ നെക്സോൺ. നമുക്ക് പഞ്ചിന്റെ ഡീറ്റെയിൽസ് പറയാം. പഞ്ച് ഡീറ്റെയിൽസ് പറഞ്ഞു. പഞ്ച് ഇത് 23 മോഡലാണ്, ഓട്ടോമാറ്റിക്. ക്രിയേറ്റീവ് ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത്. ആകെ ഓടിയിട്ടുള്ളത് 6,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ അതെ, ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് കിടക്കുന്നത്. അതെ, പിന്നെ അതുപോലെ ഷോറൂം വാറന്റിയോടെ കിടക്കുന്ന വെഹിക്കിളാണ്. ഓ, അങ്ങനെയുണ്ടല്ലേ? അതെ അതെ അതെ, 23 മോഡൽ വാറന്റി കൂടെ ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത്. 23 മോഡൽ, ഏകദേശം 6,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന വില എത്രയാ? 895 ആണ് ഞങ്ങളുടെ പ്രൈസിങ്. 895 ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. നേരെ നമ്മൾ നെക്സോണിലേക്ക് വരുമ്പോൾ അത് തന്നെ നെക്സോണിലേക്ക് വരുമ്പോൾ നെക്സോണിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു.
ഇത് 2020 മോഡൽ എക്സഡ് വേരിയന്റ് ആണ്. 20 മോഡൽ. അതെ 20 മോഡൽ, അതായത് ആ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്, സെക്കൻഡ് ജനറേഷൻ. ആദ്യം ഇറങ്ങിയ മോഡലല്ല, അത് കഴിഞ്ഞ് വന്നതിന്. അതെ അതെ. നമ്മുടെ പ്രൈസിങ് വരുന്നത് 7,23 ആകെ 44,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇതും സിംഗിൾ യൂസ് വെഹിക്കിൾ ആണ്. അതും സിംഗിൾ ഓണർ വണ്ടിയല്ലായിരുന്നോ? അത് സിംഗിൾ ഓണർ വണ്ടി. അതെ അതെ. അപ്പോൾ ഇതാണ്. നമുക്കിനി അടുത്ത ഒരു SUV-യിലേക്ക് പോകാം കേട്ടോ. നേരെ ഇതുവഴി പോകുമ്പോൾ ഒരു കിടുക്കാച്ചി വണ്ടി കിടപ്പുണ്ട്. ബ്രോ, വേറൊരു കാര്യം ചോദിക്കാനുള്ളതേ, പ്രൈസ് എങ്ങനെയുണ്ട്? മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണോ എന്ന് സംശയമുള്ള ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ള ഒന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്കോർപിയോ, ഇത് 22 മോഡലാണ്. 22 മോഡൽ ആകെ ഓടിയിട്ടുള്ള 18,000 കിലോമീറ്റർ ആകെ ആയിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വെഹിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് മുടക്കേണ്ടത് 29 ലക്ഷം രൂപ മീതിയാണ്. എല്ലാ റോഡ് ടാക്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 29 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾ കൊടുക്കുന്നത് ഏകദേശം 8 ലക്ഷം രൂപ താഴ്ത്തിയിട്ടാണ് പ്രൈസ് കൊടുക്കുന്നത്. അതായത് 20,79,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ പ്രൈസ്. അപ്പോൾ 2022 മോഡൽ 18,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അത് ലക്ഷറി വേരിയന്റ് Z8, പുതിയ സ്കോർപിയോ Z8 ടോപ്പ് എൻഡ് വേരിയന്റ് കേട്ടോ. ഇത് പുതിയ പറഞ്ഞ എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 29 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് വരും അല്ലേ? അതെ അതെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ടൈഗൂൺ കിടക്കുന്നത്. ടൈഗൂൺ അതായത് വരുന്നത് ടോപ്പ് ലൈൻ മോഡലാണ്. 2022 മോഡൽ വെഹിക്കിളാണ്. സിംഗിൾ യൂസ് ആണ്. 22,000 കിലോമീറ്റർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. ഇതിപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു പുതിയ വെഹിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22 ലക്ഷം രൂപ മീതെ വില ഓൺ റോഡ് വരുന്നുണ്ട്. അതെ, എല്ലാ ഈ റോഡ് ടാക്സ് കാര്യങ്ങൾ വേറെ വാറണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ അത്രയും എമൗണ്ട് വരും. ഇത് നമ്മൾ 15,14,000 രൂപയ്ക്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ തോന്നുന്നുണ്ടോ അത് കൂടുതലാണ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതെ അതെ. കാരണം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് 7 ലക്ഷം രൂപ മീതെയാണ് നമുക്ക് അതിന്റെ ഒരു പ്രൈസ് കുറഞ്ഞു കിട്ടുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 23,000 ആയിട്ടുള്ളൂ. ആകെ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ആ വില ഒരു വിലയല്ല അല്ലേ? അല്ല, അത് സെയിം തന്നെയാണ്. സ്കോഡ കുഷാക്ക്. ഇത് 2022 മോഡലാണ്. ഇതും ആകെ 26,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആംബിയന്റ് സെക്കൻഡ് വേരിയന്റ് ആണ്. ഇത് നമ്മുടെ പ്രൈസ് വരുന്നത് 11,93,000 രൂപയാണ്. പുതിയ ഇന്നത്തെ പ്രൈസ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 17,50,000 രൂപ ഓൺ റോഡ് കൊടുക്കണം. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്തരം വണ്ടികളാണ്. ഇനി ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആപ്പിൽ നോക്കിയാൽ മതി. പിന്നെ വണ്ടി വിൽക്കാനും വണ്ടി വാങ്ങാനും നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ. എക്സ്ചേഞ്ചിന്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ്? നമുക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അതെ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു വെഹിക്കിൾ കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്തു. ഇപ്പോൾ ഒരു ലൊക്കാലിറ്റി കൊച്ചി ലൊക്കാലിറ്റി ആണെങ്കിൽ ഞങ്ങൾ ഇൻസ്പെക്ഷൻ വീട്ടിൽ കൊച്ചിയിലാണെങ്കിലാണോ വീട്ടിൽ ചെല്ലുന്നത്? അതോ കൊച്ചിയിൽ ആ ഒരു ലൊക്കേഷൻ ഈ ഒരു ഏരിയ സറൗണ്ട് നമുക്ക് കുറച്ച് ഏരിയ ഒരു ഇത്ര കിലോമീറ്റർ സറൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻസ്പെക്ഷൻ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ വന്നിട്ട് നമുക്ക് ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ ഓപ്ഷൻസ് നമുക്കുണ്ട്. സെൽ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. വേരിയന്റ് കാര്യങ്ങൾ ഓണർഷിപ്പ് കിലോമീറ്റർ എല്ലാം സെലക്ട് ചെയ്താൽ മതി. അവർ വീട്ടിൽ വന്ന് നോക്കിക്കോളും. വീട്ടിൽ വന്ന് നോക്കി നിയറസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കും. ഞങ്ങൾ വെഹിക്കിൾ എടുക്കും. നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരമുള്ള വെഹിക്കിൾ ആണെങ്കിൽ ഞങ്ങൾ എടുക്കും. അത് പ്രശ്നമില്ല. അല്ല, അവിടെ തന്നെ എടുക്കും. വണ്ടി ഉണ്ട്. നമ്മൾ അതിന് ഓപ്ഷൻസ് ഉണ്ട്. വേറെ ഒരുപാട് നമുക്ക് സെല് ചെയ്യുന്നത് ക്രൈറ്റീരിയ എന്നല്ല. അപ്പോൾ നമുക്ക് ഏത് വെഹിക്കിൾ എടുക്കാനുള്ളതുണ്ട്. നമുക്ക് ആ ഒരു പ്രൈസ് കാര്യങ്ങളെല്ലാം വെച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും. ഓക്കെ. അപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതായത് പിന്നെ ഈ ആപ്പിൽ തന്നെ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ എല്ലാം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, കറക്റ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഒരു കാര്യങ്ങളും ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. ഒരു വെഹിക്കിളിൽ ചില പാർട്സ് ഒക്കെ റീപ്ലേസ് വരാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇട്ടുണ്ടാവും. അപ്പോൾ മേജർ റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ആക്സിഡന്റ് അങ്ങനെ എടുക്കില്ല. സർവീസ് ഹിസ്റ്ററിയിൽ ഉണ്ടാവും. സർവീസ് ഹിസ്റ്ററി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് വെഹിക്കിളായാലും സർവീസ് ഹിസ്റ്ററി ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമർക്ക് അയച്ച് അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രം വെഹിക്കിൾ എടുത്താൽ മതി. ഒരു വണ്ടിനെ പറ്റി നമുക്ക് ആ ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ വണ്ടിനെ പറ്റി എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും? ഫുൾ ഇപ്പോൾ നമുക്ക് ഒരു നോർമലി എല്ലാവർക്കും വണ്ടി റീപെയിന്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഏത് പാനലിലും റീപെയിന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് സ്പിന്നി കാർസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മൾ ഓഫറുകളെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നില്ല. 2-3 ഓഫർ കൂടി നമ്മൾ പറയാനുണ്ട്. നമുക്കിപ്പോൾ
ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റ് വരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. അതായത് വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ പോയാലും എവിടെ പോയി എന്ത് പ്രശ്നം വണ്ടിക്ക് പറ്റിയാലും ഇവരുടെ ഭാഗത്തുനിന്ന് അസിസ്റ്റ് ഉണ്ടാവും. റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ആപ്പ് വഴി നമുക്ക് അത് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. കസ്റ്റമർക്ക് നമുക്ക് എന്താ കംപ്ലൈന്റ്, നമുക്കൊരു പ്രോബ്ലംസ് എന്തുണ്ട്, ഇപ്പോൾ ഒരു വാറണ്ടി ഇഷ്യൂ ആണ്, എന്തെങ്കിലും നോയ്സസ് അങ്ങനെയുള്ള എന്ത് വന്നാലും എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്പ് വഴി തന്നെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉടനെ നമുക്ക് കസ്റ്റമർ കെയറിന് കോൾ വരും. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെയായാലും നമുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൊച്ചി ലൊക്കാലിറ്റി ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ റിഫർ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓതറൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ഡീലർഷിപ്പിൽ പോയിട്ട് നമുക്ക് ആ സർവീസിൻ്റെ ബില്ല് കാര്യങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ എമൗണ്ട് അത് റീഫണ്ട്, അപ്പോൾ ആ വാറണ്ടി വരുന്ന പാർട്സ് ആണെങ്കിൽ അത് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. നമുക്ക് വാറണ്ടി എല്ലാം ഒന്നിച്ചൊന്നൊരു പ്രാവശ്യം കൂടി പറഞ്ഞു നോക്കിയാലോ? 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ്, അത് 2 ഇയർ വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ 3 months ഇലക്ട്രിക് പാർട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ അല്ലെങ്കിൽ 3000 കിലോമീറ്റർ വരെ. അതെ. പിന്നെ വരുന്നത് ബൈബാക്ക് ആണ്. അതായത് ബൈബാക്ക് 5 ഡേ അല്ലെങ്കിൽ 300 കിലോമീറ്റേഴ്സ് ബൈബാക്ക്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, കമൻ്റ് ആയിട്ട് ഇടുക. വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? പിന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടണ്ടാവും കേട്ടോ. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു സോ മച്ച് ബ്രോ, ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന്. ഓക്കെ, ബൈ.